ജർമ്മനിയിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ നിങ്ങൾ? വിസ എല്ലാം കിട്ടി, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തവർ കാണും, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നവർ കാണും. ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിലെ ഒരേ ഒരു ചോദ്യം, എന്തൊക്കെ സാധനങ്ങൾ ജർമ്മനിയിലോട്ട് പോകുമ്പോൾ കൊണ്ടുപോകണമെന്നുള്ളതാണ്. എന്തൊക്കെ പാക്ക് ചെയ്യണം, ദൈവമേ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ജർമ്മനി കിട്ടുന്നതാണോ, ഇനി കൊണ്ടുപോകേണ്ട എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട സാധനങ്ങൾ ഞാൻ മറന്നുപോയോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കാണും നമ്മുടെ വീട്ടുകാരുടെ മനസ്സിലും അതുപോലെ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സിലും. അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കായിട്ടുള്ളതാണ്. ജർമ്മനിയിലേക്ക് നിങ്ങൾ വരുമ്പോഴത്തേന് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരണം, എന്തൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവരണം, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരണ്ട, അതുപോലെ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ആണ്. അതിനകത്ത് നിങ്ങളുടെ പാസ്പോർട്ട്, നിങ്ങളുടെ വിസ, ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കൺഫർമേഷൻ, യൂണിവേഴ്സിറ്റി അഡ്മിഷൻ്റെ കൺഫർമേഷൻ, ഇനിയിപ്പോൾ ജോലിക്കായിട്ട് വല്ലതും വരുന്നുണ്ടെങ്കിൽ അവരുടെ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ്, പിന്നെ നിങ്ങൾക്ക് ഇവിടെ അക്കോമഡേഷൻ ശരിയായിട്ടുണ്ടെങ്കിൽ അക്കോമഡേഷൻ്റെ കൺഫർമേഷൻ, ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഡോക്യുമെൻറ്റ്സ്, നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ, ഓരോ സെമസ്റ്ററിലെ മാർക്ക് ഷീറ്റുകൾ, പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ്, കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ നാട്ടിലെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ്, ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതും, ഇതെല്ലാം നിങ്ങൾ കൊണ്ടുവരാനായിട്ട് മറക്കരുത്. ഈ ഡോക്യുമെന്റ്സിന്റെ എല്ലാം ഒറിജിനൽ കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാം ഫോട്ടോ കോപ്പീസും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. 1-2 കോപ്പീസ് എപ്പോഴും കയ്യിലിരിക്കുന്നത് വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജർമ്മനിയിൽ വന്നതിന് ശേഷം ഇവിടെ ഒരുപാട് കടകളിൽ പോയി നിങ്ങൾക്ക് ഫോട്ടോ കോപ്പികൾ എടുക്കാനായിട്ട് പറ്റും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പുതിയ സ്ഥലത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഈ കടകളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകാനൊക്കെ ഒരു സാവകാശം വേണം. അതുകൊണ്ടാണ് ഫോട്ടോ കോപ്പീസ് കൊണ്ടുവരാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാം കോപ്പീസ് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിനകത്ത് അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഫോണിൽ കോപ്പി സൂക്ഷിക്കുകയോ പിന്നെ ഓരോ കോപ്പി ഇമെയിലിൽ അയക്കുകയോ ചെയ്യുകയും ചെയ്യണം. കാരണം നിങ്ങൾ വരുന്ന വഴിക്ക് നിങ്ങളുടെ ബാഗ് എങ്ങാനൊന്ന് മിസ്പ്ലേസ് ആയിപ്പോയി, അപ്പോൾ നിങ്ങൾക്ക് ഈ ഡോക്യുമെൻസിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് കാണിക്കാനായിട്ടാണ് സോഫ്റ്റ് കോപ്പീസ് കയ്യിൽ കരുതണമെന്ന് പറയുന്നത്. ഡിഗ്രി സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും +2ലെ സർട്ടിഫിക്കറ്റും കൊണ്ടുവരാനായിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങൾ നാട്ടിൽ നിന്ന് ജർമ്മൻ ലാംഗ്വേജ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ലെവല് പഠിച്ച് പാസ്സായി പരീക്ഷ എഴുതിയ ഒരാളാണെങ്കിൽ നാട്ടിലെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പരീക്ഷ എഴുതിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാനായിട്ടും മറക്കരുത്. ജർമ്മനിയിൽ വന്നു കഴിയുമ്പം വിസ എക്സ്റ്റൻഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ബയോമെട്രിക് ഫോട്ടോ എപ്പോഴും ആവശ്യമായിട്ട് വരും. ഇപ്പോൾ വിസ കിട്ടാനായിട്ട്, വിസ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് ഈ ബയോമെട്രിക് ഫോട്ടോ. അപ്പം നാട്ടിൽ നിന്ന് നിങ്ങൾ ബയോമെട്രിക് ഫോട്ടോ എടുക്കുമ്പോഴത്തേന് ഒരു 10-15 കോപ്പി എടുത്തുകൊണ്ട് വരാൻ മറക്കരുത്. കാരണം ഇവിടെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. നാട്ടിൽ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ച് പൈസ കൈ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ യൂറോ ആണ് കറൻസി. അപ്പം നാട്ടിൽ നിന്ന് വരുമ്പം കുറച്ച് യൂറോ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേന് ബ്ലോക്ക്ഡ് അക്കൗണ്ട് വന്ന് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് മാസം ഒരു ലിമിറ്റ് ഉണ്ട് നിങ്ങൾക്ക് പൈസ എടുക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന് ചിലപ്പോൾ അക്കോമഡേഷൻ ശരിയാക്കണമെങ്കിൽ 2 മാസത്തെ വാടക നിങ്ങൾ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ചിലപ്പോൾ പൈസ നിങ്ങൾ കൈ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ശരിയായെങ്കിൽ ട്രാൻസ്ഫർ ചെയ്താൽ മതി. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും കടയിൽ പോയി എന്തെങ്കിലും കഴിക്കണം, അപ്പം അവിടെ നമ്മൾ പൈസ കൊടുക്കേണ്ട വന്നു കഴിഞ്ഞാൽ പൈസ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കുറച്ച് പൈസ കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇവിടെ വന്ന് അത് എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കി നിൽക്കാതെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് എക്സ്ചേഞ്ച് ചെയ്ത് കയ്യിൽ കൊണ്ടുവരുന്നതാണ് വളരെ നല്ലത്. കാരണം എയർപോർട്ടിൽ ചിലപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ കൂടുതലായിരിക്കും. അപ്പം നാട്ടിൽ ഏതെങ്കിലും വളരെ വിശ്വസിക്കാവുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മണി എക്സ്ചേഞ്ച് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്ത് കയ്യിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇലക്ട്രോണിക്സ് കാറ്റഗറിയിൽ എന്തൊക്കെ കൊണ്ടുവരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത് ഒരു യൂണിവേഴ്സൽ ട്രാവൽ അഡാപ്റ്ററാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലത്തെ സോക്കറ്റ് അല്ല ഇവിടെ. ജർമ്മനിയിൽ എഫ് സോക്കറ്റ്, ടൈപ്പ് എഫ് സോക്കറ്റ്. അപ്പോൾ അതിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ച ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഒക്കെ ചാർജറൊക്കെ കുത്തണമെങ്കിൽ നമുക്ക് ഈ ഒരു യൂണിവേഴ്സൽ ട്രാവൽ അഡാപ്റ്റർ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുവരാനായിട്ട് മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ ലാപ്ടോപ്പ്, പിന്നെ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ ചാർജർ, ഫോണിൻ്റെ ചാർജർ, പിന്നെ ഒരു എക്സ്റ്റൻഷൻ പ്ലഗും കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഒരുമിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ പ്ലഗ് എപ്പോഴും കയ്യിൽ കരുതുന്നത് നല്ലതാണ്.
ഇലക്ട്രോണിക്സ് ഐറ്റംസ് നിങ്ങൾ പാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ പവർ ബാങ്കോ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ ആ പവർ ബാങ്ക് അല്ലെങ്കിൽ ലിഥിയം ബാറ്ററീസ് ഒക്കെ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്യാബിൻ ബാഗിൽ പോകാനായിട്ട് മറക്കരുത്. ഇനി അടുത്ത സെക്ഷൻ പറയുവാണെങ്കിൽ മരുന്നുകളെ കുറിച്ചാണ്. അപ്പം ഈ ഡോക്യുമെന്റ്സിനെ പോലെയും ഇലക്ട്രോണിക്സ് പോലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മരുന്നുകളും. കാരണം നമ്മൾ ജർമ്മനിയിൽ വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ഇവിടെ ഒരു ഡോക്ടറെ കണ്ടുപിടിക്കണം. ഹൗസ് ആർട്സ് എന്ന് പറയുന്നത് ഒരു ഫാമിലി ഡോക്ടർ പോലെ. ആ ഡോക്ടറെ കണ്ടുപിടിക്കുന്നിടം വരെ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വന്നു, ഇപ്പോൾ ചെറിയൊരു പനിയോ അല്ലെങ്കിൽ ചുമയോ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് മരുന്നുകൾ വേണം. ഞങ്ങളൊക്കെ നാട്ടിൽ പോയിട്ട് വന്നാലും ഇപ്പോഴും ഇവിടെ ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ മരുന്നുകൾ കൊണ്ടുവരാറുണ്ട്. ഇപ്പം പാരസെറ്റമോളോ ഡോളോ അല്ലെങ്കിൽ വിക്സ്, ഇപ്പോൾ വേദനയ്ക്ക് വേണ്ടി മൂവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് വളരെ ഇമ്പോർട്ടൻറ്റാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും മരുന്നുകളൊക്കെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, അത് ഇത്രയും മാസത്തേക്ക് എന്നൊക്കെ. ഇതൊക്കെ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നാട്ടിൽ നിങ്ങൾ മരുന്ന് വാങ്ങിക്കാൻ പോകുമ്പോഴത്തേന് നിങ്ങൾ എന്തെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ആ ഡോക്ടറിനോട് പറഞ്ഞാൽ മതി, ഇതുപോലെ ജർമ്മനിയിലേക്ക് പോവുകയാണ്, എനിക്ക് ഇതുപോലെ മരുന്നുകൾ വേണം, അപ്പോൾ ആ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. അതുപോലെ തന്നെ നിങ്ങൾ ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേന് ഫാർമസിയുടെ ബില്ലും കൈ കരുതുക. പിന്നെ മരുന്നുകളെല്ലാം ഒറിജിനൽ പാക്കേജിങ്ങിൽ തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ഈ മരുന്നുകൾ കൈ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ പാടാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആശുപത്രിയിൽ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കിവിടെ ഫാർമസിയിൽ പോയി പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്നുകൾ മേടിക്കാനായിട്ട് പറ്റും. പക്ഷേ ആൻറ്റിബയോട്ടിക്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ തരത്തില്ല. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ പനിക്കും ചുമയ്ക്കും അങ്ങനെയുള്ള മരുന്നുകളൊന്നും കിട്ടത്തുമില്ല. കിട്ടും, പക്ഷെ അതിൻ്റെ പേര് നമുക്കറിയണം, അത് നമ്മൾ ഡോക്ടറെ പോയി കാണണമല്ലോ. അത് നമുക്ക് നമ്മുടെ ഫാമിലി ഡോക്ടറെ കാണാൻ പറ്റും. പക്ഷെ വരുന്ന ആ സമയത്ത് നമുക്ക് ഇങ്ങനെയൊരു സാഹചര്യമൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം കാലാവസ്ഥ മാറിയതുകൊണ്ടും നമ്മുടെ യാത്രയുടെ ക്ഷീണം കൊണ്ടും ഒക്കെ നമുക്ക് ചിലപ്പോൾ പനിയോ ചുമയോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിച്ച കുറച്ച് മരുന്ന് വേണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണതുളസി, കഫ് സിറപ്പ്, പിന്നെ പാരസെറ്റമോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ നിങ്ങൾ വരുമ്പം ഏറ്റവും പ്രധാനമായിട്ട് കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവി പിടിക്കുന്ന സാധനമാണ്. അത് നമ്മുടെ നാട്ടിലെ പോലത്തെ ഇവിടെ വാങ്ങിക്കാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഒരുപക്ഷെ കിട്ടുമായിരിക്കും. ഞങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ട് നമ്മൾ ഇവിടെ അങ്ങനെ അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ആവി പിടിക്കുന്ന ഒരു വേപ്പറൈസർ കൈ കരുതുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോരുന്നതിന് മുന്നേ നാട്ടിൽ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് വേണ്ട പോലെ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കുറച്ച് മാസത്തേക്കുള്ള, അതായത് നിങ്ങൾ അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുന്നിടം വരെയുള്ള മരുന്നുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. സാധനങ്ങൾ പാക്ക് ചെയ്യുമ്പം ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആൾക്കാർ വരുത്തുന്നത് ഒരുപാട് ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഈ ഡ്രസ്സുകൾ ഒരുപാട് കൊണ്ടുവരുന്നതുകൊണ്ട് മറ്റു പല സാധനങ്ങളും നമ്മൾ അവിടെ ഇട്ടിട്ട് പോരേണ്ട അവസ്ഥയാണ്. കാരണം നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ അറിയത്തില്ല, പക്ഷെ പെട്ടിക്കകത്ത് പാക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ വാങ്ങിച്ചതിൻ്റെ പകുതി പോലും സാധനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം. നമുക്ക് വേണ്ട ഡ്രസ്സുകൾ മാത്രം കൊണ്ടുവന്നാൽ മതി. ഇവിടെ ഒരുപാട് കടകളുണ്ട് നിങ്ങൾക്ക് ഡ്രസ്സ് മേടിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഒന്ന് സെറ്റിൽ ആവുന്നിടം വരെ നിങ്ങൾക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സുകൾ അവിടുന്ന് കൊണ്ടുവരാൻ ശ്രമിക്കണം. അതായത് ഇപ്പം ആൺകുട്ടികളാണെങ്കിൽ 2-3 ടീഷർട്ടുകളോ ഷർട്ടുകളോ ഒരു ജീൻസ് 2 പാൻസ് ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ്. പിന്നെ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ട ഇവിടെ ഇടാൻ പറ്റിയ ജീൻസുകളും ടോപ്പുകളും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കണം. പിന്നെ ഇവിടെ എന്തെങ്കിലും ഒരു ആഘോഷം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഓണം വരാൻ പോവുകയാണ്, അപ്പം നിങ്ങൾ ഓണത്തിന് മുന്നേ വരുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ ഓണത്തിന് ഇടാൻ പറ്റിയ ഡ്രസ്സ്, പിന്നെ ഇവിടുത്തെ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സുകൾ നമ്മുടെ നാട്ടിലെ ഇപ്പം സെറ്റ് സാരി, ചുരിദാർ ഇതൊക്കെ കൊണ്ടുവരാനായിട്ട് മറക്കരുത്. കാരണം ഇതൊക്കെ ഇവിടെ മേടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല. ഇപ്പം ഞാൻ പോലും നാട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ 2-3 ടീഷർട്ടുകൾ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയും മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളതല്ല, ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ് ഇതൊക്കെ. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഒരു കടയിൽ പോയി ഇതൊക്കെ മേടിക്കണമെങ്കിൽ നാട്ടിലെ വില വെച്ച് നോക്കുമ്പം ഇവിടെ വില കൂടുതലാണ്. പിന്നെ നിങ്ങളുടെ ആക്സസിബിലിറ്റിയും നോക്കണം. കാരണം നിങ്ങളിപ്പോൾ താമസിക്കാൻ പോകുന്ന ഒരു വില്ലേജ് അല്ലെങ്കിൽ റിമോട്ട് ഏരിയയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കടകളുണ്ടോ എന്നുള്ളതും കൂടെ നോക്കി ഉറപ്പ് വരുത്തണം. ഡ്രസ്സുകൾ വളരെ അഫോർഡബിൾ ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരുപാട് കടകൾ ഇവിടെയുണ്ട്. പ്രീമാർക്ക്, ന്യൂയോർക്കർ, C&A എന്നിങ്ങനെ കടകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഡ്രസ്സുകൾ മേടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് നാട്ടിൽ നിന്ന് ഒരുപാട് പൈസ കൊടുത്ത് വിൻ്റർ ജാക്കറ്റുകളൊക്കെ മേടിക്കും. അപ്പം നിങ്ങളൊരു വിൻ്റർ ഇൻടേക്കിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വലിയ പൈസ കൊടുത്ത് ജാക്കറ്റ് ഒന്നും മേടിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനേഷൻ
സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നല്ലൊരു ജാക്കറ്റ് വേണം, വലിയ തണുപ്പൊന്നും കൊള്ളാൻ പറ്റാത്ത പോലത്തെ. അപ്പം അങ്ങനെ ഒരു ജാക്കറ്റ് നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി. അതിൻ്റെ കൂടെ വിൻ്ററിന് ഇടാൻ പറ്റുന്ന ഒരു ഷൂസും. അപ്പം നിങ്ങൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേന് ഇവിടുത്തെ കടകളിൽ നിങ്ങൾക്ക് വിൻ്റർ ജാക്കറ്റുകളും അഫോർഡബിൾ ആയിട്ട് മേടിക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ C&A അല്ലെങ്കിൽ പ്രീമാർക്ക് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ജാക്കറ്റുകളാണ് നോക്കുന്നതെങ്കിൽ ജാക്ക് വോൾസ്കിൻ, പിന്നെ അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളിൽ നിങ്ങൾക്ക് ഇവിടെ വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ജാക്കറ്റ് മേടിക്കാവുന്നുള്ളതേ ഉള്ളൂ. അവിടുന്ന് നിങ്ങൾ മേടിച്ച് പെട്ടിക്കകത്താക്കി ചുമന്നുകൊണ്ട് വരേണ്ട കാര്യമില്ല. ജർമ്മനിയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ നാട്ടിലെ ഫുഡ് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാട്ടിലെ പലഹാരങ്ങളും ആഹാരങ്ങളും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് പാക്ക് ചെയ്യുന്ന സമയത്ത് ആഹാരങ്ങൾ പാക്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേന് അല്ലെങ്കിൽ നാട്ടിലെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ പാക്ക് ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുമെന്ന് തോന്നുന്ന പലഹാരങ്ങളും ആഹാരങ്ങളും കൊണ്ടുവരാനായിട്ട് മറക്കരുത്. അതിനുള്ളൊരു സ്ഥലം എപ്പോഴും പെട്ടിക്കകത്ത് ഇട്ടേക്കണം. ഇവിടെ ഒരുപാട് ഇന്ത്യൻ ഗ്രോസറീസ് ഉണ്ട്, മലയാളി ഗ്രോസറീസ് ഉണ്ട്. പണ്ടത്തെ പോലൊന്നും അല്ല, ഇപ്പം എവിടെ തിരിഞ്ഞാലും സ്റ്റോറുകൾ നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജർമ്മനിയിൽ എവിടെ താമസിച്ചാലും നിങ്ങളുടെ അടുത്തൊരു ഇന്ത്യൻ സ്റ്റോർ കാണും, അല്ലെങ്കിൽ ഒരു മലയാളി സ്റ്റോർ കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും സാധനങ്ങൾ മേടിക്കാൻ പറ്റും. ഇപ്പം നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതോർത്ത് വിഷമിക്കേണ്ട. അപ്പം ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ അരി അല്ലെങ്കിൽ ഒരുപാട് മസാലപ്പൊടികൾ, പിന്നെ പഞ്ചസാര, ഇതൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം അതൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ നമുക്ക് ഇവിടെ മേടിക്കാം. പ്രധാനമായിട്ടും നിങ്ങൾ കൊണ്ടുവരേണ്ടത് പ്രഷർ കുക്കറാണ്. നമ്മുടെ നാട്ടിലെ കുക്കർ കൊണ്ടുവരണം. കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോറൊക്കെ ഉണ്ടാക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിലും കുക്കർ ആവശ്യം. ഇവിടെ മേടിക്കാൻ കിട്ടും. പ്രശ്നം എന്ന് പറയുന്നത് വിലയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൻ്റെ അത്രയും വിലയ്ക്കൊന്നും ഇവിടെയല്ല, അതിൻ്റെ ഇരട്ടി വില കൊടുക്കണം ഇവിടെ കുക്കറൊക്കെ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് പ്രഷർ കുക്കർ കൈ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഇഷ്ടമാണെങ്കിൽ പുട്ടുകുറ്റി, പുട്ടിൻ്റെ കുടം അതൊക്കെ കൊണ്ടുവരണം. പിന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ചപ്പാത്തിയുടെ പലക, റോളർ ഇവിടെ മേടിക്കാൻ കിട്ടും, പക്ഷെ കൊണ്ടുവരുവാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ അത് കൊണ്ടുവരണം. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. പിന്നെ പ്ലേറ്റ്, ഗ്ലാസ്, കോഫി മഗ്, ഇതൊന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ല. ഇതൊക്കെ ഇവിടെ മേടിക്കാനായിട്ട് കിട്ടും. വളരെ അഫോർഡബിൾ ആയിട്ട് ആക്ഷൻ, ടെഡി, യൂറോ ഷോപ്പ് ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് പ്ലേറ്റുകൾ, നിങ്ങൾക്ക് ഡെയിലി യൂസിന് വേണ്ട പാത്രങ്ങൾ, അല്ലെങ്കിൽ ഇക്കിയ പോലുള്ള സ്റ്റോറുകളുണ്ട്. അപ്പോൾ അവിടെ പോയി മേടിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ റെഡി ടു ഈറ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മാഗി അല്ലെങ്കിൽ അങ്ങനെ റെഡി ടു ഈറ്റ് ആയിട്ട് എന്താണ് കൊണ്ടുവരാൻ പറ്റുന്നത് നോക്കിയിട്ട് അത് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾ വന്നൊന്ന് സെറ്റിൽ ആവുന്നിടം വരെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളും ചെറിയ സ്നാക്കുകളും ഇതൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് പോകെ മനസ്സിലാകും ഇവിടെ വന്നു കഴിയുമ്പം നമ്മുടെ നാട്ടിലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടുത്തെ കാര്യങ്ങളായിരിക്കും. കാരണം അതായിരിക്കും കൂടുതൽ സമയം നമുക്ക് സേവ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കോണ്ടാക്ട് ലെൻസോ അല്ലെങ്കിൽ കണ്ണാടിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഡോക്ടറെ ഒന്ന് കണ്ട് നിങ്ങളുടെ പവറൊക്കെ ചെക്ക് ചെയ്ത് ഒരു എക്സ്ട്രാ പെയർ ഓഫ് കോണ്ടാക്ട് ലെൻസോ അല്ലെങ്കിൽ കണ്ണാടിയൊക്കെ കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. കാരണം നാട്ടിലെ പോലത്തെ വിലയല്ല. ഇവിടെ നമുക്കൊരു കണ്ണാടിയൊക്കെ മേടിക്കണമെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് കൈ കരുതാനായിട്ട് മറക്കരുത്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, എന്നാൽ ഞാൻ ഒന്നുകൂടെ പറയുക. നമ്മുടെ നാട്ടിലെ പോലെ വെള്ളം ഉപയോഗിച്ചല്ല ഇവിടുത്തെ ടോയ്ലറ്റ്സിലെ പരിപാടികളൊന്നും. പേപ്പറാണ്, നമ്മുടെ ടോയ്ലറ്റ് പേപ്പർ ഉപയോഗിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ അതൊക്കെ നിങ്ങൾക്കൊരു ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് മനസ്സിൽ കരുതണം. ഇപ്പം മഗ്ഗൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒരു ചെറിയ മഗ്ഗൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. കാരണം ഇവിടെ വന്ന് മേടിക്കാൻ പറ്റും, പക്ഷേ അതൊക്കെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് കാണും ഇനീഷ്യലി. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിൽ ഓർക്കുക. പിന്നെ ടോയ്ലറ്ററീസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൈ കരുതണം. ഇപ്പോൾ അതായത് നിങ്ങളുടെ ഒരു ടൂത്ത് പേസ്റ്റ്, ഒരു ബ്രഷ്, പിന്നെ സോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ സോപ്പുകളല്ല, കൂടുതലും വാഷ് ജെല്ലുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ബോഡി വാഷൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നാട്ടിൽ വേണ്ട അത്രയും സോപ്പുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോഡി വാഷുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ കൊണ്ടുവരാൻ മറന്നുപോയി എന്തെങ്കിലുമൊക്കെ ടോയ്ലറ്ററീസും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ഇവിടെ പല ഡ്രഗ് സ്റ്റോറുകളുണ്ട്. അതായത് DM, റോസ്മാൻ, പിന്നെ
മ്യൂള്ളർ എന്നിങ്ങനെയുള്ള കടകളിൽ പോയി മേടിക്കാനായിട്ട് പറ്റും. ഞങ്ങൾ ഇപ്പോഴും നാട്ടിൽ പോയിട്ട് വരുമ്പോഴും നേരിടുന്ന പ്രധാന പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സാധനങ്ങൾ മേടിക്കും, പക്ഷെ അതൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം പെട്ടിയുടെ വെയിറ്റ് എങ്ങനെയാണല്ലോ ഒരു 3 കിലോ 2 കിലോ 3 കിലോ പോകും. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വെച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ വാങ്ങിച്ച പകുതി സാധനം നാട്ടിൽ ഇട്ടിട്ട് പോരാറാണ് പതിവ്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ ഒരുപാട് കൊറിയർ കമ്പനീസ് ഉണ്ട്. പണ്ട് നേരത്തെ നമ്മുടെ നാട്ടിലെ ഇന്ത്യ പോസ്റ്റ് മാത്രമേ ഇങ്ങോട്ട് സാധനങ്ങൾ അയക്കുന്നുള്ളായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴും ഇന്ത്യ പോസ്റ്റിലൂടെ സാധനങ്ങൾ അയക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി. കിലോയ്ക്കായിരിക്കും പൈസ, പക്ഷെ നിങ്ങൾക്ക് ഇങ്ങോട്ട് അയക്കാനായിട്ട് പറ്റും. ഇനി ഇന്ത്യ പോസ്റ്റ് കൂടാതെ തന്നെ ഒരുപാട് പ്രൈവറ്റ് കൊറിയർ കമ്പനീസും ഉണ്ട് ജർമ്മനിയിലേക്കൊക്കെ സാധനം അയക്കുന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അവരിലൂടെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സാധനങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അയക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയക്കാം. അതല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് സെറ്റിലായി കഴിയുമ്പോൾ അയക്കണമെന്നുണ്ടെങ്കിൽ അത് അയക്കാനായിട്ടും സാധിക്കും. ബാഗേജ് അലവൻസിനെ പറ്റി പറയുവാണെങ്കിൽ നിങ്ങളിപ്പോൾ എയർ ഇന്ത്യയിലാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് 23 കിലോയുടെ 1-2 ബാഗുകൾ കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ 7 കിലോയുടെ നിങ്ങളുടെ ക്യാബിൻ ബാഗും കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ മിഡിൽ ഈസ്റ്റ് കാരിയറിലാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ അതായത് എമിറേറ്റ്സോ അല്ലെങ്കിൽ എത്തിഹാദോ അല്ലെങ്കിൽ സൗദി എയർലൈൻസിലൊക്കെയാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫെയർ ക്ലാസ് അനുസരിച്ച് 20 കിലോ മുതൽ ഒരു 35 കിലോ വരെയാണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുക ചെക്ക് ഇൻ ബാഗ്. ഇപ്പം ഒരുപാട് എയർലൈൻസ് ഈ ഒരു സമയമായതുകൊണ്ട് സ്റ്റുഡൻറ്റ് ഓഫേഴ്സ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ 40 കിലോ ഒക്കെ വരെ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ ഒരു 7 കിലോയുടെ ക്യാബിൻ ബാഗും കാണും. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് ഏത് ഫ്ലൈറ്റ് എന്നനുസരിച്ചിരിക്കും നിങ്ങൾക്ക് എത്ര കിലോ ചെക്ക് ഇൻ ബാഗ് കൊണ്ടുവരാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ ആ ബാഗിൻ്റെ ഫോട്ടോ എടുത്ത് കൈ വെക്കാൻ മറക്കരുത് നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുന്നേ. അതുപോലെ തന്നെ നിങ്ങൾ എയർപോർട്ടിൽ വരുന്നതിന് മുന്നേ ബാഗ് നന്നായിട്ട് വേ ചെയ്ത് നോക്കുക. ഒരു 1-2 കിലോ ലിമിറ്റ് ഇടുക. അതാകുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേന് ഓടിപ്പിടിച്ച് ഇനി വെയിറ്റ് കൂടുതലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് മാറ്റാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ലേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ 23 കിലോ ആണെങ്കിൽ 21 കിലോ ആക്കി നിർത്തി ബാഗ് പാക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് റെയിൽ ആൻഡ് ഫ്ലൈ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടിക്കറ്റുകൾ എടുക്കാൻ ശ്രമിക്കണം. ജർമ്മൻ റെയിൽവേസും അതുപോലെ ഈ ഫ്ലൈറ്റ് കമ്പനീസും ചേർന്നുള്ളൊരു പ്രോഗ്രാമാണ് റെയിൽ ആൻഡ് ഫ്ലൈ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഇവിടെ ഫ്രാങ്ക്ഫർട്ടിലോ മ്യൂണിക്കിലോ ഒക്കെ വന്ന് ഇറങ്ങിക്കഴിയുമ്പോഴത്തേന് ജർമ്മനിയിൽ നിങ്ങൾക്ക് ഏത് ഡെസ്റ്റിനേഷനിലേക്കാണോ പോകേണ്ടത് അങ്ങോട്ടുള്ള ലോങ് ഡിസ്റ്റൻസ് IC ട്രെയിനുകൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ആ ടിക്കറ്റ് പ്രൈസ് നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ പോയി അതായത് ട്രെയിൻ ടിക്കറ്റ് എടുക്കേണ്ട കാര്യം വരുന്നില്ല. ജർമ്മനിയിലേക്ക് വരുന്ന എല്ലാ ആൾക്കാർക്കും എയർപോർട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകാൻ ആരെങ്കിലും കാണണമെന്ന് നിർബന്ധമില്ല അല്ലേ. നമ്മൾ തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്ഥലത്തേക്ക് പോകേണ്ട ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ പുതിയതായിട്ട് ഒരു ഇൻ്റർനാഷണൽ യാത്ര ചെയ്ത് ജർമ്മനിയിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും ചെയ്യേണ്ട. നിങ്ങൾ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ഇമിഗ്രേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബാഗേജ് എല്ലാം കളക്ട് ചെയ്യണം. അതുവഴി നിങ്ങൾക്ക് കസ്റ്റംസിൽ ഡിക്ലെയർ ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എക്സിറ്റ് ആയിട്ട് വെളിയിൽ വരും. അവിടെ നിന്ന് നിങ്ങൾ നോക്കേണ്ടത് ട്രെയിൻ സ്റ്റേഷനിലേക്കുള്ള ഡയറക്ഷൻസ്. എയർപോർട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് എല്ലായിടത്തും സൈൻ ബോർഡുകൾ നിങ്ങൾക്ക് കാണാം. അതിൽ നിങ്ങൾ ഇറങ്ങിയ എയർപോർട്ടിൽ നിന്നും അതിനകത്ത് തന്നെ ട്രെയിൻ സ്റ്റേഷനും കാണും, എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ആ ട്രെയിൻ സ്റ്റേഷനിലൂടെ നിങ്ങൾക്ക് എയർപോർട്ടിനകത്തൂടെ തന്നെ പോകാനായിട്ടും പറ്റും. പിന്നെ നിങ്ങൾ ജർമ്മനിയിലേക്ക് വന്ന് ഇവിടെ ലാൻഡ് ചെയ്ത് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എങ്ങനെ പോകാം, ഇവിടെ വന്ന് നിങ്ങൾ ചെയ്തിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാനായിട്ട് മറക്കരുത്. അതിനായിട്ട് ഇപ്പോൾ കാണുന്ന കാർഡിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇവിടെ അക്കോമഡേഷൻ എവിടെയാണോ അവിടുത്തെ അഡ്രസ്സ് അത് ഫോണിനകത്ത് മാത്രമല്ലാതെ എവിടെയെങ്കിലും എഴുതി നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ബാഗിനകത്ത് സൂക്ഷിക്കണം. ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഫോണിൻ്റെ ചാർജ് തീർന്നു, പക്ഷെ നിങ്ങൾക്ക് ഡെസ്റ്റിനേഷനിലേക്ക് എത്തണം, അങ്ങനെയാണെങ്കിൽ ഈ അഡ്രസ്സിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എമർജൻസി കോൺടാക്റ്റ് നമ്പർ, കാരണം ഇപ്പം ചില ആൾക്കാർക്ക് കോൺടാക്റ്റ് നമ്പർ ഒന്നും ഓർത്തിരിക്കണമെന്നില്ല. പിന്നെ ഇവിടുത്തെ കോൺടാക്റ്റ് നമ്പറൊക്കെ നമുക്ക് പുതിയതാണെങ്കിൽ അതും ഓർത്തിരിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കോൺടാക്റ്റ് നമ്പറും എഴുതി ഒരു പേപ്പറിനകത്താക്കി നിങ്ങളുടെ ഈ ഡോക്യുമെൻസിൻ്റെ കൂടെ തന്നെ കൊണ്ടുവരാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ജർമ്മനിയിലേക്ക് വരുമ്പം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അതുപോലെ കൊണ്ടുവരേണ്ട കാര്യങ്ങളും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവായി തോന്നിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം പാക്കിങ്ങിനെ പറ്റി
ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ കൊടുക്കാനായിട്ട് മറക്കരുത്. ഞാൻ അത് എല്ലാം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ പറയണം. ഓരോ കമൻസും ഞങ്ങൾക്ക് ഒരുപാട് വിലപ്പെട്ടതാണ്. നിങ്ങളെടുക്കുന്ന ആ സമയം ഒരു കമൻറ്റ് എഴുതാനായിട്ട്, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് ഞങ്ങൾക്ക് എപ്പോഴും പ്രിയപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ മറ്റൊരാൾ ഇത് കാണാൻ നല്ലതാണെങ്കിൽ വീഡിയോ ഹൈപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യണം. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.